കായികരംഗവും രാഷ്ട്രീയവും തമ്മിൽ എപ്പോഴും ഒരു അദൃശ്യമായ നൂലിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ലോകകപ്പ് ഫൈനലിന് ശേഷം കായിക താരങ്ങൾക്ക് നൽകുന്ന ട്രോഫി വിതരണ ചടങ്ങിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാകുന്നത്. ലോകകപ്പ് ഫൈനൽ മത്സരത്തിലെ സ്പെയിന്റെ വിജയത്തിന് ശേഷം ട്രോഫി പാരിതോഷികമെല്ലാം നൽകുന്ന ആ ചടങ്ങിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൈ കൊടുക്കാൻ സ്പാനിഷ് താരങ്ങൾ വിസമ്മതിച്ചു എന്ന തരത്തിലുള്ള വീഡിയോകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നത്. കൗമാര വിസ്മയം ലാമിൻ യമാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ ഫലസ്തീൻ പതാകയേന്തി നിൽക്കുന്ന ചിത്രങ്ങളും ഇതിനോടൊപ്പം പ്രചരിക്കുന്നു. സ്പെയിൻ വിജയിക്കരുത് എന്നായിരുന്നു ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും പ്രധാന വാദം. ഡാനി കാർവഹാൾ മുഖം നൽകാതെ കൈ കൊടുത്തു പോകുന്ന ദൃശ്യങ്ങളും ഇതിൽ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് ഇവർ ട്രംപിനെ വെറുക്കുന്നത് എന്നതാണ്. അമേരിക്കയും ഇസ്രായേലും ഗാസയിലെ കൂട്ടക്കുരുതിക്ക് നേതൃത്വം നൽകുന്ന ട്രംപിനോട് ഞങ്ങൾക്ക് ഒരു മമതയുമില്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതുപോലെ ഇറാനുമായുള്ള സംഘർഷവും ഇതോട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ്. യൂറോപ്യൻ യൂണിയൻ ഫലസ്തീൻ ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയ രാജ്യങ്ങളിലൊന്നാണ് സ്പെയിൻ. ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെയും കൂട്ടക്കൊലകൾക്കെതിരെയും സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ശക്തമായി പ്രതികരിച്ചിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ വർഷം സ്പെയിൻ ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തു. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ടാണ് ഫുട്ബോൾ താരങ്ങളുടെ പ്രതികരണങ്ങളെ അനുകൂല നിലപാടായി വ്യാഖ്യാനിക്കുന്നത്. സ്പെയിന്റെ അത്ഭുത ബാലൻ ലാമിൻ യമാൽ ഫലസ്തീൻ പതാകയേന്തി നിൽക്കുന്ന ചിത്രവും വലിയ കയ്യടി നേടിയിട്ടുണ്ട്. യമാലിന്റെ പിതാവ് മൊറോക്കോ സ്വദേശിയും മാതാവ് ഇക്വറ്റോറിയൽ ഗിനിയ സ്വദേശിയുമാണ്. താരം ജനിച്ചു വളർന്നത് സ്പെയിനിലുമാണ്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ അറബ് വംശജരോട് യമാലിന് അടുത്ത ബന്ധമുണ്ട്. എന്നാൽ ഫലസ്തീൻ പതാകയേന്തി ലാമിൻ യമാൽ നിൽക്കുന്ന ചിത്രം ശ്രദ്ധേയമായ ഒരു കാര്യവുമാണ്. കായിക ലോകം പലപ്പോഴും മനുഷ്യത്വത്തിനൊപ്പം നിലകൊണ്ടിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന വംശഹത്യാ ധ്വംസനത്തിന് മാപ്പർഹിക്കുന്നില്ല എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ട്രംപിനെ തഴഞ്ഞ ഈ സംഭവം വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്ന ഒന്നായിരിക്കും.